നമസ്കാരം, ഞാൻ മധുജൻ, സൈക്കോളജിസ്റ്റാണ്. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മൾ പലപ്പോഴും നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഒരു കാര്യം പറയാം. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും തന്നെ അവർ ഒരുപക്ഷെ നമ്മളോട് തുറന്നു പറയില്ല എന്ന് വരിക്കാം. അവർ മനസ്സിലെപ്പോഴും തനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഏതോ വലിയ മാരക രോഗം തന്നെ അലട്ടുന്നു, അതുകൊണ്ട് തനിക്ക് സ്കാൻ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടാലൊന്നും അവർക്ക് പോരാ. ഒരു ഡോക്ടറെ കാണുന്നു, ആ ഡോക്ടർ പറയുന്നു നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വിശ്വസിക്കുന്ന ഈ ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ല, ഈ ഡോക്ടർക്ക് കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ ഉള്ള നിഗമനത്തിലെത്തും. ഇത് ഒരുതരം രോഗഭയമാണ്. രോഗങ്ങളെ ഉണ്ട് എന്ന ഒരു തോന്നലിൽ നിന്ന് വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. രോഗം വരുമോ എന്ന ഭയവും എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് എന്ന ആ ഭയത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനെ പഴയ കാലത്തൊക്കെ ഈ ഹൈപ്പോകോൺട്രിയ എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ കൊണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെ വാക്കുകളൊന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. ഒരു ചെറിയ കാര്യം വന്നാൽ തന്നെ ഇവർക്കൊരു വലിയ മാരക രോഗമാണ് എന്നവർ വിശ്വസിക്കും. ഇനി സ്കാൻ ചെയ്യണം, MRI എടുക്കണം, FMRI എടുക്കണം എന്നൊക്കെ ഒരു പറയും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉത്കണ്ഠയിൽ നിന്ന് അല്ലെങ്കിൽ ആങ്സൈറ്റിയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രശ്നമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ചെറിയ പ്രശ്നമാണെങ്കിലും അത് അവരുടെ നിത്യജീവിതത്തെ ഒരുപാട് അലട്ടിക്കളയും. കാരണം അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, അറ്റൻഷൻ കിട്ടില്ല. സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് ഡോക്ടറെ കാണണം, എനിക്ക് സ്കാൻ ചെയ്യണം, എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാൻ ചിലപ്പോൾ ബ്ലഡ് ഒമിറ്റ് ചെയ്യും, എൻ്റെ ഹൃദയം നിലച്ചു പോകും എന്നൊക്കെ അവരിങ്ങനെ ഉത്കണ്ഠാകുലരായിക്കൊണ്ടേയിരിക്കും. ശരിക്കും അവരെ അവർക്ക് വലിയ ചികിത്സയൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ നേതൃത്വത്തിൽ എന്ത് ചെയ്താൽ മാത്രം മതിയാവും? ആങ്സൈറ്റിക്ക് വേണമെങ്കിൽ മരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ജാക്കോബ്സൺ പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ എന്നൊക്കെ പറഞ്ഞ JPMR എന്നൊക്കെ സിമ്പിളായിട്ട് പറയാം കേട്ടോ. ഈ JPMR പോലുള്ള ചില റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താൽ ഈ എന്ത് ചെയ്യപ്പെടാവുന്നതേ ഉള്ളൂ, ആങ്സൈറ്റിയൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളുടെ നല്ല ഇടപെടലുകൾ അവരിലുണ്ടാവുക, അതൊക്കെയാണ് ഈ അവർക്ക് രോഗമുണ്ട് എന്നൊക്കെ തോന്നുന്ന അവസ്ഥയെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഇനി വേറൊന്നെന്ന് പറഞ്ഞാൽ, എവിടെയോ ഏതോ രാജ്യത്തൊരു രോഗം പൊട്ടിപ്പുറപ്പെട്ടു, അതിപ്പോൾ ഉടൻ ഇവിടെ എത്തും, എന്നെ ബാധിക്കും, എനിക്ക് രോഗം വരും എന്ന് പല രോഗങ്ങൾ, അല്ലെങ്കിൽ ഒരു രോഗമുള്ള ഒരാളുടെ വീട്ടിലൂടെ അടുത്തൂടെ പോയാൽ തന്നെ, അല്ലെങ്കിൽ ആ വീട്ടിലൊന്ന് സന്ദർശിച്ചാൽ തന്നെ എനിക്ക് രോഗം വരും എന്ന് പറഞ്ഞു. നോസോഫോബിയ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. രോഗഭയം എന്നാണ് നോസോഫോബിയ. അത് ഈ പറയുന്നത് പോലെ ഈ ഫോബിയ എന്ന് പറഞ്ഞാലേ അത് എന്ന് പറഞ്ഞാൽ ഒരു ഇറാഷണൽ ഫിയറാണ്. കാരണം കൂടാതെ ഉണ്ടാവുന്ന ഒരു ഭയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഫോബിയ എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ്, കാരണം കൂടാതെ പ്രത്യേകിച്ച് ആലോചിച്ചാലൊന്നുമില്ല, പക്ഷെ അവർ പറയുന്നു എനിക്ക് രോഗം വരും എന്നവർ പറയുന്നതിൽ അവർ വിശ്വസിക്കുന്നു. ഇതിനാണ് നോസോഫോബിയ. ഇത് ഒരു തരം ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും അവർ നമ്മളോടൊന്നും പറയാതെ ആ ടെൻഷനോടുകൂടി, ആ ഹൃദയമിടിപ്പോടുകൂടി, ആ ഉത്കണ്ഠയോടുകൂടി അവർ നടക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാവും. വേണമെങ്കിൽ നമുക്ക് അവരെ കളിയാക്കുക ചെയ്യാം, സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ കളിയാക്കുക ചെയ്യാം. സുഹൃത്തുക്കൾ കളിയാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരനുഭവിക്കുന്ന മനോവേദനയെ, അവരനുഭവിക്കുന്ന ആ ഒരു ടെൻഷനെ, അവരനുഭവിക്കുന്ന ഉത്കണ്ഠയെ നമ്മൾ എന്ത് ചെയ്യപ്പെടരുത്, കളിയാക്കരുത് എന്നുള്ളതാണ്. കാരണം അവർക്ക് എപ്പോഴും ഈ ചിന്ത അവരിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. രോഗം വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ രോഗമുണ്ട്, എനിക്ക് മാരകമായൊരു രോഗമുണ്ട് എന്ന ഒരു വിശ്വാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഭയത്തിൽ നിന്ന് അവർക്ക് മോചിതരാകാൻ കഴിയുന്നില്ല. അത് കളിയാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയുമില്ല. അവർക്ക് വേണ്ടത് വളരെ ശാസ്ത്രീയമായ തരത്തിലുള്ള ഉത്കണ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള, ആങ്സൈറ്റി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതികളൊന്നും ഒരുപാടുണ്ട്. വേണമെങ്കിൽ മരുന്ന് ചികിത്സയാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ചികിത്സയാകാം. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഉത്കണ്ഠ മാറുകയും രോഗത്തോടുള്ള ഭയം, ഉണ്ട് എന്ന് പറയുന്ന ആ ചിന്തയും എല്ലാം തീർച്ചയായിട്ടും അവരിൽ നിന്ന് മാറി വരും എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകം എന്നൊക്കെ പറയുന്നത്, വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യങ്ങൾ വളരെ ഭീകരമായിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നത്. നിസ്സാരമായി ഒരു 2 സെഷൻ കൗൺസിലിംഗ് ഒക്കെ എടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഇതെല്ലാം. പക്ഷെ അവർ അത് പറയാൻ പോലും ബുദ്ധിമുട്ട്. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പം നിനക്ക് മാനസിക പ്രശ്നമാണ് അല്ലേ, കൊളോക്കിയൽ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിയൊക്കെ കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടാണ്, ആ സ്റ്റിഗ്മയൊക്കെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ആളുകൾ സ്വന്തം സുഹൃത്തുക്കളോട് പോലും എനിക്ക് മാനസികമായ ഇത്തരത്തിലുള്ള ചില അലട്ടലുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ ഇതാണ് എന്ന് അവർ പറയാതിരിക്കുന്നതിന് കാരണം. അപ്പം നമ്മൾ ശരിക്കും
നമുക്കൊരു പനി വന്നാൽ ഡോക്ടറെ കാണുന്നത് പോലെയുള്ളൂ. നമുക്ക് ഇന്ന് നെഞ്ചിടിപ്പ് കൂടിക്കഴിഞ്ഞാൽ, നമുക്കൊരു ഉത്കണ്ഠ കൂടിക്കഴിഞ്ഞാൽ, നമുക്കൊരു ഭയമുണ്ടായാൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുക അത്രമാത്രം സിമ്പിളായ, അത്രമാത്രം ലളിതമായ കാര്യമാണ്. നമുക്ക് ഈ ലോകത്ത് എന്തിനും പരിഹാരമുണ്ട്. നമ്മളിങ്ങനെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് ഒരു ഭയങ്കരമായ ഗൗരവത്തിൽ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് പറയേണ്ടടുത്തൊക്കെ പറയാം, ഇടാ, അല്ലെങ്കിൽ എടി എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ് കേട്ടാ, എനിക്ക് എന്തോ രോഗമുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ രോഗം വരുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ട്, നീ ഇവിടെ വരുമോ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ എന്ന് ചോദിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അതൊന്നും പറയാതെ വളരെ ഭീകരമായിട്ടാണ് ഇതിനെയൊക്കെ കൊണ്ട് നടക്കുന്നത്. ഉത്കണ്ഠ എന്ന് പറയുന്നത് നിസ്സാരമായി തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് തീർക്കാതിരുന്നാലാണ് പാനിക് അറ്റാക്ക് പോലുള്ള ചില കാര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഉത്കണ്ഠ എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പരിഹരിച്ച് ജീവിതത്തിൻ്റെ രസകരമായ പാതകളിലൂടെ നടന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ.